MLA ഉന്നതതല യോഗം ചേർന്ന കൂടുതൽ തീരുമാനങ്ങൾ അത് ദൗത്യം തുടരുന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദൗത്യം തുടരുന്നതിൽ വൈകിട്ട് തീരുമാനമുണ്ടാകുമെന്ന് വ്യക്തമാകുന്നു. എന്നാൽ നേരത്തെ ഇന്ദ്രബാലൻ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഇനി ഇതൊരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയണമോ അതോ റിക്കവറി ഓപ്പറേഷൻ എന്ന് പറയണമോ എന്ന് അറിയില്ല. എങ്കിൽ പോലും ദൗത്യത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അത് വരേണ്ടതാണ്. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നത് വിനേഷ് കുമാർ പങ്കുവയ്ക്കുന്നു. ഷിരൂരിൽ നിന്ന് ഈ മൽപേ സംഘം ഗംഗാവലി നദിയിലെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. രക്ഷാദൗത്യം അതീവ ദുഷ്കരമാണ്. തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ള മൽപേ സംഘത്തിന്റെ വിവരവും വിനേഷ് കുമാർ പങ്കുവയ്ക്കുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. വിനേഷ് നമ്മോടൊപ്പം അല്പസമയത്തിനകം തന്നെ നമ്മോടൊപ്പം പങ്കുചേരുകയും ചെയ്യും. ഈ സംവിധാനങ്ങൾ അത് കൂടുതൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു രണ്ട് സർക്കാരുകൾ ചേർന്ന് ഒരു ധാരണയിലേക്ക് എത്തേണ്ടി വരും എന്നുള്ളതാണ് കാര്യം. നേരത്തെ AK അഷ്റഫ് MLA സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ മുഖ്യമന്ത്രി തലത്തിലുള്ള ഇടപെടൽ തന്നെ വേണ്ടി വരേണ്ട സാഹചര്യമാണ്. മുന്നോട്ടുള്ള വഴി എന്ത്, മുന്നോട്ടുള്ള തീരുമാനം എന്ത് എന്നുള്ളതിൽ ഒരു വ്യക്തത അത് നൽകേണ്ടതുണ്ട്. അടിയന്തരമായി വിനേഷ് കുമാർ അല്പസമയത്തിനകം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരും. ഉന്നതതല യോഗം ചേർന്ന തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് സതീഷ് സെയിൽ കാവാർ MLA വ്യക്തമാക്കുന്നത്. ഉന്നതതല യോഗം ചേർന്ന് തീരുമാനത്തിലേക്ക് എത്തും. ദൗത്യം തുടരുന്നതിൽ വൈകിട്ടോടുകൂടി തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് തീരുമാനം എന്നുള്ളത്. അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഷിരൂരിലേത്. അർജുനിലേക്ക് ഇനിയും എത്താൻ കഴിയാതെ പോകുന്ന സാഹചര്യം. വലിയ തോതിൽ ഈ അടിയൊഴുക്ക് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഡൈവേഴ്സിന് പറ്റിയ ഒരു അണ്ടർ വാട്ടർ കറണ്ട് അല്ല. അതിലും കൂടുതലുള്ള നോട്ടിലാണ് അത് രേഖപ്പെടുത്തുന്നത്. 6 മുകളിൽ 3 പരമാവധി നേവിയുടെ ഡൈവർമാർ അനുവദിക്കുന്ന ഒരു ഡൈവിംഗ് സാഹചര്യം. പക്ഷേ അതിനെയും തൃണവൽഗണിച്ച് മുന്നോട്ട് നീങ്ങിയ മൽപേ സംഘത്തിനും ലോറിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവിടെ വലിയൊരു ആൽമരം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് സതീഷ് സെയിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ അതിനപ്പുറത്തേക്കുള്ള തീരുമാനമാണ് അറിയേണ്ടത്. വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ ദൗത്യം തുടരുന്ന കാര്യത്തിൽ ഉന്നതതല യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നുള്ള സതീഷ് സെയിലിന്റെ വാക്കുകൾ. 2, മാൽപേ സംഘം തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് അവർ പിൻവാങ്ങുകയാണോ? വിനേഷ്, കേൾക്കാമോ? 2 കാര്യങ്ങളാണ് പ്രധാനമായും. മാൽപേ സംഘം തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർ താൽക്കാലികമായി ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു എന്നാണോ അതോ അവർ പിൻവാങ്ങുകയാണോ? 2, സതീഷ് സെയിൽ MLA സൂചിപ്പിച്ച കാര്യം, ഈ ഉന്നതതല യോഗത്തിൽ എപ്പോൾ തീരുമാനമുണ്ടാകും? എൽദോ, എന്തായാലും ഇനി തെരച്ചിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഇനി ഒരു അടിയന്തര യോഗം എന്തെങ്കിലും വെക്കേണ്ടതുണ്ട്. അതിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ആരെങ്കിലും പങ്കെടുക്കും. വീണ്ടും ഇത് സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രം മുന്നോട്ട് പോവുകയായിരിക്കും ചെയ്യുക. പക്ഷേ എന്നാൽ പോലും ഇനിയൊരു ദൗത്യം മാൽപേ സംഘം കൂടി മടങ്ങി അവര് തിരച്ചിൽ അവസാനിപ്പിച്ചതോടുകൂടി ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ലോറി കണ്ടെത്താനായിട്ടില്ല. രക്ഷാദൗത്യം അതീവ ദുഷ്കരം എന്നാണ് ഈശ്വർ മൽപേ പറയുന്നത്. കാരണം ഇതിന്റെ അടിത്തട്ടിലേക്ക് ഇപ്പോഴും അടിയൊഴുക്ക് ശക്തമാണ്. ഒപ്പം തന്നെ ചെളി നിറഞ്ഞിട്ടുണ്ട്. കലക്ക് വെള്ളം കുത്തി ഒഴുകുകയാണ് നദി. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഈ അവരുടെ ഡൈവിംഗ് നടത്താൻ കഴിയുന്നില്ല. ഇത് ഈ ലോറിയുടെ സമീപത്തേക്ക് ലോറി അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ഉറപ്പില്ല. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ അപ്ഡേറ്റ്സ് പ്രധാനമായും ലോറി അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ, ലോറി ഉണ്ട് എന്ന് പറയുമ്പോഴും ലോറി എവിടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഈ മൽപേ സംഘം ഇന്നലെ നടത്തിയ പരിശോധനയിലൊന്നും ലോറിയെ കുറിച്ച് യാതൊരു വിവരവും, ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇവർക്ക് അനുമതി ലഭിക്കുന്ന കാര്യത്തിൽ പോലും, നാവികസേനയ്ക്ക് അനുമതി നൽകുന്ന കാര്യത്തിൽ പോലും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണെങ്കിൽ പോലും, വൈകിയാണെങ്കിൽ പോലും ഈശ്വർ മൽപേ സംഘം കൃത്യമായി തന്നെ ഡൈവിംഗ് നടത്തി. പക്ഷേ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതീവ ദുഷ്കരം എന്നാണ് പറഞ്ഞത്. രാവിലെ അദ്ദേഹം നമ്മളോട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇത്രയും 20 വർഷത്തിനിടയിൽ അതിൽ ഒരുപാട് 1000-ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദുഷ്കരമായ ഒരു ദൗത്യം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ശ്രമം രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ ഇന്ന് നടത്തിയ ശ്രമവും പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൽപേ സംഘം ഇനി ഇതുമായി മുന്നോട്ട് പോകില്ല. ഏറെക്കുറെ
MLA യുടെ, അതായത് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലിന്റെ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഇനി സാധ്യത കുറവാണ്. അതായത് ഇനി രക്ഷാദൌത്യത്തിനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇത്രയും ദിവസമായിരിക്കുന്നു ഈ ദേശീയപാത, അതായത് ഈ ദേശീയപാത അടച്ചിട്ടിരിക്കുന്നു. കാർവാർ മംഗലാപുരം റൂട്ടാണിത്. ഈ ദേശീയപാത അടച്ചിട്ടിരിക്കുന്നു. ഈ രാത്രി സമയങ്ങളിൽ മാത്രമാണ് വാഹനം കടത്തിവിടുന്നത്. പകൽ സമയങ്ങളിൽ രക്ഷാദൌത്യം നടക്കുന്നത് കൊണ്ട് തന്നെ ദേശീയപാത പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഇനി അത് സാധ്യമല്ല. പലയിടത്തും അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ശരിയാക്കേണ്ടതുണ്ട്. പലയിടത്തും ഇപ്പോഴും കറണ്ട് ഇല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനമായി പോകുന്നത്. അതുകൊണ്ട് ഇനി ഇതുമായി മുന്നോട്ട് പോകുന്ന കാര്യം എന്തായാലും കർണാടക സർക്കാരിന്റെ പരിഗണനയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സതീഷ് കൃഷ്ണ സെയിലാണെങ്കിലും ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ ആണെങ്കിലും എല്ലാം പറയുന്നത് അത് തന്നെ. അവർക്ക് ഇതിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്നുമല്ല, ഇത്രയും മിസ്സിംഗ് ആയിരിക്കുന്നു, ഇത്രയും ആളുകളെ കാണാതായിരിക്കുന്നു. 3 പേർ, ഇയാൾ ഉൾപ്പെടെ, അതായത് അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതായിരിക്കുന്നു. അവരുടെ ലോറിയെ കുറിച്ചും അതിനെക്കുറിച്ചും ഒരു സൂചനയും ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷേ ലോറി ആ ചതുപ്പിന് അടിയിലുണ്ട്. അവിടെ ഡ്രഡ്ജിങ് നടത്തണമെങ്കിൽ ആ ഡ്രഡ്ജിങ്ങിന് ആവശ്യമായ എക്സ്കവേഷൻ മെഷീൻ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത് ഇവിടെ ഇതുവരെയും എത്തിച്ചിട്ടില്ല എന്നാണ് അഷ്റഫ് MLA പറയുന്നത്. കാരണം അതിനുള്ളൊരു നീക്കം പോലും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പോൾ അവർ പ്രധാനമായും കർണാടക പറയുന്നത് അങ്ങനെ ഒരു വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഗംഗാവലി നദിയിൽ വെള്ളം കുറഞ്ഞാൽ മാത്രമേ ഇനി അങ്ങനെ ഒരു നീക്കം നടത്താൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇതിന്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനാവശ്യമുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുവരേണ്ടതുണ്ട്. അത് രാജസ്ഥാനിൽ നിന്ന് ഈ ഫ്ലോട്ടിംഗ് പാൻഡൂൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അത് ഇതുവരെയും എത്തിച്ചിട്ടില്ല. മാത്രമല്ല, ഇവിടെ കാർവാറിലുള്ളത് ഉപയോഗിക്കാൻ പറ്റിയ വിദഗ്ധരാരും ഇല്ലാത്ത വിഷയമുണ്ട്. ഇതൊന്നും കൊണ്ടുവരാനോ ഇതൊന്നും ഉപയോഗിക്കാനോ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അനിശ്ചിതത്തിലാണ് എന്ന് അഷ്റഫ് MLA പറയുന്നുണ്ട്. അത് വാസ്തവമാണ്. എന്തായാലും കർണാടകയ്ക്ക് ഇതിനോട് ഇനിയിപ്പോ ഒരു ദൗത്യം, ഒരു വലിയ ദൗത്യം, എന്തായാലും ഒരു കാടിളക്കിയുള്ള ദൗത്യം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എന്തായാലും ഗംഗാവലി നദിയിലെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ലോറി ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോകാൻ എന്തായാലും കർണാടക ഇനി തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ഇനി കേരളത്തിന്റെ സമ്മർദ്ദം പോലിരിക്കും കാര്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ് എത്തുന്നത്. അതായത് കർണാടക സർക്കാർ ഒരുപക്ഷെ ഈ ദൗത്യം അത് വേണ്ട എന്ന് വെക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നാണ് വിനേഷ് സൂചിപ്പിക്കുന്നത്. കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഹൈവേ ദേശീയപാതയാണ്, അത് ദിവസങ്ങളായി അടഞ്ഞു കിടക്കുന്നു. രാത്രിയിൽ മാത്രം ഗതാഗതം അനുവദിക്കുന്നു. ആ നാട്ടിൽ കറണ്ട് സപ്ലൈ പോലും, വൈദ്യുതി കണക്ഷൻ വലിയ തോതിൽ ഈ ടവറുകൾ മറിഞ്ഞ് നഷ്ടമായിരുന്നു. അപ്പോൾ ആ ടവറുകൾ വീണ്ടും പുനഃസ്ഥാപിക്കേണ്ട പണികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 13ാം ദിവസത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും അർജുനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് പോകണമോ എന്നുള്ള ചോദ്യമാണ് കർണാടക സർക്കാർ ഉയർത്തുക എന്നുള്ളതാണ്. എന്താണ്, ഉന്നതതല യോഗമുണ്ട് എന്നാണ് കാർവാർ MLA സതീഷ് കൃഷ്ണസേയിൽ നേരത്തെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ ഉന്നതതല യോഗത്തിൽ തീരുമാനമുണ്ടാകും. എന്തായിരിക്കും സംസ്ഥാന സർക്കാർ, കേരള